ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ക്ലാസ് 11 കഴിഞ്ഞതാ ക്ലാസ് 12 എത്തി നിൽക്കുകയാണ്. നമ്മുടെ ക്ലാസ് 11 നമുക്ക് ബോർഡ് എക്സാമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല കുട്ടികളും, എല്ലാവരും ഞാൻ പറയുന്നില്ല, മെജോറിറ്റി കുട്ടികളും ആ ഒരു ലാഘവത്തോടെയാണ് ക്ലാസ് 11 കണ്ടിരിക്കുന്നത്. എന്നാൽ ക്ലാസ് 12 പോകുമ്പോൾ അങ്ങനെയല്ല. നമുക്കൊരു ബോർഡ് എക്സാമിനേഷൻ ഉണ്ട്. വൺ ഓഫ് ദി ടഫസ്റ്റ് ബോർഡ് എക്സാമിനേഷൻ ആണ് ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന 2 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സും അതേപോലെ മാത്തമാറ്റിക്സുമാണ്. ഫിസിക്സിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് 11 പഠിച്ച കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ക്ലാസ് 12 പഠിക്കുന്നത്. ക്ലാസ് 11 നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ മെക്കാനിക്സ് ആണ് കൂടുതൽ പഠിച്ചത് അല്ലേ? അതായത് മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ, ലോസ് ഓഫ് മോഷൻ, അതേപോലെ റൊട്ടേഷൻ, ഹീറ്റ്, വേവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ +1 പഠിച്ചതെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ +2 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ക്ലാസ് 12 വരുമ്പോഴത്തേക്കും നമ്മളെ അവിടെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ മക്കളെ? ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചാപ്റ്ററുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ കുറിച്ചും, ദെൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ പോകാൻ നേരത്ത് നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റിയും, 4ാമത്തെ ചാപ്റ്ററായ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അങ്ങനെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മുഴുവനും പഠിക്കുന്നത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുമ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മളെ കാത്തിരിക്കുന്നത് ഒപ്റ്റിക്സ് ആണ്. റേ ഒപ്റ്റിക്സും വേ ഒപ്റ്റിക്സും. ക്ലാസ് 12 CBSEയിലെ ഏറ്റവും ടഫായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മാർക്കിന് വെയിറ്റേജ് ചോദിക്കുന്ന 2 ചാപ്റ്ററുകളാണ് നമ്മുടെ റേ ഒപ്റ്റിക്സും അതേപോലെ തന്നെ വേ ഒപ്റ്റിക്സും. പിന്നീട് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത് മോഡേൺ ഫിസിക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആറ്റം, ന്യൂക്ലിയർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ +1 നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കെമിസ്ട്രിയിനകത്ത്. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കോൺസെപ്റ്റുകളാണ് അവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഡ്യുവൽ നേച്ചറിൽ നിങ്ങൾ പഠിക്കുന്നത്. അതിനുശേഷം അവസാന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അവിടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സെമി കണ്ടക്ടർ ഇതുവരെയും നിങ്ങൾ പഠിക്കാത്ത മോഡേൺ ഫിസിക്സിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വരെ വർക്ക് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഡിവൈസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ കാത്തിരിക്കുന്നത്? നമ്മുടെ ക്ലാസ് 12 CBSE ഫിസിക്സിൽ നമ്മളെ കാത്തിരിക്കുന്നത്. മാത്രമല്ല കോൺസെപ്റ്റ് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും നല്ലൊരു മാർക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതായത് അവിടെ വരുന്ന MCQ ക്വസ്റ്റ്യൻ JEE ലെവലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതേപോലെ തന്നെ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഇൻ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെതായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്കിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതിന് നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. അഗ്നി ബാച്ചിനകത്ത് 2 പ്ലാനുകളാണുള്ളത്. ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബേസ് പ്ലാൻ ആണ്. അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പ്ലാൻ ആണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. നമ്മുടെ കൂടെ നിന്ന് പഠിക്കുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പാക്കുക. നിങ്ങളുടെ കൂടെ ഈ ഒരു വർഷക്കാലം ഞങ്ങൾ കട്ടക്ക് കാണും. അപ്പോൾ എങ്ങനെയാടാ കൂടെ ചേർന്ന് പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങുമല്ലേ?